നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും വലിയ ആശങ്ക പരത്തിക്കൊണ്ടാണ് പാമ്പുകടി മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം പാമ്പുകടി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാശ്വാസമായി മറ്റു ചില വാർത്തകൾ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതിയ ചില ആളുകൾ നമ്മളെ സംരക്ഷിക്കാൻ നമുക്കൊപ്പം തന്നെയുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം ഒരു പൂച്ചയായിരുന്നു ഹീറോ എങ്കിൽ ഇന്നിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് വീട്ടിലെ കാവൽ നായ്ക്കളും നമ്മുടെ ജീവന് വേണ്ടി ഒപ്പം സഞ്ചരിക്കുന്നവരാണ് എന്ന തരത്തിലാണ്. യജമാനനെ രക്ഷിക്കാൻ അതീവ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും നിരാശയായി മടങ്ങേണ്ടി വന്ന ഒരു സിംബ എന്ന് പറയുന്ന നായയുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് യജമാനന് മുന്നിൽ പാമ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സൂചന നൽകിയെങ്കിലും നിർഭാഗ്യവശാൽ സിംബയുടെ യജമാനൻ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട്. മുന്നിലുള്ളത് പാമ്പാണെന്നും അങ്ങോട്ട് പോകരുതെന്നും തന്നാലാകുന്ന വിധത്തിലെല്ലാം തന്നെ ഈ നായ തൻ്റെ യജമാനനോട് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ പരാജയപ്പെട്ടു. പാമ്പ് കടിയേറ്റ് മരിച്ച ഇന്ദിരയുടെ വളർത്തുനായായ ഷിംബയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ. കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു ഷിംബയെ ഇവർ വളർത്തിയിരുന്നത്. വീടിൻ്റെ വർക്ക് ഏരിയയിലാണ് ഷിംബയെ കെട്ടിടാറുള്ളത്. ഇങ്ങനെ ഇന്ദിര വീട്ടിൽ നിന്നിറങ്ങി വർക്ക് ഏരിയയിലൂടെ നടന്ന് ശുചിമുറിയിലേക്ക് പോയ സമയത്ത് ഷിംബ സാരിയിൽ ഏറെ നേരം കടിച്ചു പിടിച്ച് നിന്നിരുന്നു എന്ന് ഇപ്പോൾ ഓർത്തെടുക്കുന്നു നാട്ടുകാർ. ഷിംബയുടെ സ്നേഹപ്രകടനമാണ് അതെന്ന് കരുതിയാണ് യുവതി മുന്നോട്ട് പോകുന്നത്. പക്ഷേ മുന്നോട്ട് പോയതിനു ശേഷം അവരെ പാമ്പ് കടിക്കുന്നു. ഇന്ദിരയുടെ വിയോഗം ഷിംബയെയും വളരെയധികം തളർത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ആഹാരം പോലും കഴിക്കാതെ ഒരേ കിടപ്പായിരുന്നു ആ നായക്കുട്ടി എന്നാണ് വീട്ടുകാരെല്ലാം പറയുന്നത്. ആ നാടിനെ ഒന്നടങ്കം വേദനയിലാക്കിക്കൊണ്ടാണ് ഇന്ദിര മരണപ്പെട്ടത്. ആലപ്പുഴ വൈശാഖ്യം ഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് മരിച്ചത്. വെള്ളിയാഴ്ച ഡോക്ടറെ കണ്ട ശേഷം തിരികെ വീട്ടിലേക്ക് എത്തി ആ സമയത്താണ് മരണം സംഭവിക്കുന്നത്. വൈകിട്ട് 5ഓടെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ നിന്ന് വച്ചാണ് ഇന്ദിരയ്ക്ക് മൂർഖന്റെ കടിയേൽക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ച് ആന്റിവെനം നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. വീടിന് സമീപത്തെ പുരയിടത്തിലെ കാടും വഴിയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരങ്ങളും അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായി മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവങ്ങളെല്ലാം മാറ്റുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്ദിരയുടെ മകൾ വീഡിയോയിലൊക്കെ പകർത്തിയിട്ടുമുണ്ട്. ഈ സമയം ഇന്ദിരയും ഒപ്പമുണ്ടായിരുന്നു. സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്ന ഇവർ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. തൻ്റെ മകനെ തങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷമാണ് വീടിനുള്ളിൽ ശുചിമുറിയിൽ കൊണ്ടുപോയതെന്ന് ഇന്ദിരയുടെ മകൾ ദിവ്യ പറയുന്നു. ഈ സമയം പുറത്തുള്ള ശുചിമുറിയിൽ പോയതായിരുന്നു ഇന്ദിര. അവിടെ വെച്ചാണ് പാമ്പിൻ്റെ കടിയേൽക്കുന്നത്. പാമ്പ് കടിച്ച വിവരം വീടിനുള്ളിൽ കയറി വന്ന് ഇന്ദിര ദിവ്യയോട് പറയുന്നു. ഉടൻ സോപ്പ് ഉപയോഗിച്ച് മുറിവേറ്റ സ്ഥലത്ത് ക്ലീൻ ചെയ്തതിനു ശേഷം രക്തം ഞെക്കി പുറത്തേക്ക് കളയുകയും ചെയ്തു. ഇന്ദിര പറഞ്ഞതനുസരിച്ച് കടിയേറ്റ ഭാഗത്തിന് മുകളിലായിട്ട് മുറുക്കി കെട്ടുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും വിധി അവർക്കെതിരായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് സമീപവാസികളുടെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. വാഹനത്തിൽ വരുമ്പോഴും ആശുപത്രിയിൽ എത്തുമ്പോഴും ഇന്ദിരയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലെത്തി ഡോക്ടറോട് പാമ്പ് കടിച്ച വിവരം പറഞ്ഞതും ഇന്ദിര തന്നെയാണ്. ഉടൻ രക്തം പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. കടിയേറ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ആരോഗ്യനില വഷളാകുന്നതായി റിപ്പോർട്ട് ചെയ്തു. രക്തം പരിശോധിച്ച ഫലം വന്നിരുന്നതിന് മുൻപായി തന്നെ ഇന്ദിര കുഴഞ്ഞു വീണു. ശ്വാസം കിട്ടുന്നില്ലെന്നാണ് അവർ ഡോക്ടറോട് പറഞ്ഞിരുന്നത്. ഉടൻ ഓക്സിജൻ നൽകി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും 9 മണിയോടെ മരണം സ്ഥിരീകരിച്ചു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും മരുന്നിനോട് പ്രതികരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ദിവ്യയും മാധ്യമങ്ങളോട് പറയുന്നത്. അതേസമയം വളർത്തുമൃഗങ്ങൾ എത്രമാത്രം നല്ലതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു വാർത്ത എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു ജീവി എന്താണ് മുന്നിൽ പതിയിരിക്കുന്ന അപകടം എന്നത് മണത്തറിഞ്ഞിരുന്നു. അത് തൻ്റെ യജമാനനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് സിംബയുടെ കഥ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീടിന് പരിസരത്ത് നിന്ന് 7 അണലിക്കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് പൂച്ചയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. തള്ളപ്പൂച്ചയും കുഞ്ഞുങ്ങളും ചേർന്ന് 8 അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടിയതായിരുന്നു ആ സംഭവം. ആറ്റിങ്ങൽ തച്ചൂർക്കുന്ന് തുമ്പിക്കോട്ടുകോണം ചെല്ലം
നിഷയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ നാടൻ പൂച്ചകളായിട്ട് വളർത്തിയിരുന്ന പൂച്ചകൾ 1 മണിക്കൂറിനുള്ളിൽ 8 പാമ്പുകളെയോളം പിടിച്ചത്. ഒരാഴ്ച മുൻപ് നടന്ന സംഭവത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത്തരം മരണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതോടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതോടെ നാടൊന്നാകെ അമ്പരന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീടിന് സമീപം കടന്നു കയറി കിടക്കുന്ന പുരയിടത്തിൽ നിന്നും പാമ്പിന്റെ തലയിൽ കടിച്ചു കുടഞ്ഞ് മുറ്റത്തേക്ക് കയറി വരുന്ന തള്ളപ്പൂച്ചയാണ് ഗൃഹനാഥ ആദ്യം കാണുന്നത്. പിന്നാലെ നോക്കുമ്പോൾ 2 കുഞ്ഞു പൂച്ചകളും പാമ്പുകളുമായി കയറി വരുന്നതാണ് കണ്ടത്. തിരികെ പോയ തള്ളപ്പൂച്ച വീണ്ടും പാമ്പുകളുമായി കയറി വന്നപ്പോൾ നിഷ വീട്ടിലുള്ളവരെ വിളിച്ച് കാര്യം അറിയിക്കുകയായിരുന്നു. പിന്നാലെ പാമ്പ് പിടുത്തക്കാരനായ വെഞ്ഞാറമൂട് സ്വദേശി രാജേഷ് തിരുവാമനയ്ക്ക് വിവരം നൽകുകയും ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ രാജേഷ് സ്ഥലത്തെത്തുമ്പോഴും പൂച്ചകൾ ചേർന്ന് 4 പാമ്പിനെ കൂടെ പിടികൂടിയെന്നാണ് വിവരം. പൂച്ചകൾ പിടികൂടിയ 7ഓളം പാമ്പുകൾ അത് ചത്തുപോയിട്ടുണ്ട്. പറമ്പിൽ അവശേഷിച്ച 3 പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് രാജേഷ് ജീവനോടെ പിടികൂടുന്നത്. വ്ലോഗേഴ്സ് ഓഫ് സൂപ്പർമാൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് വൈറലായതോടുകൂടെ ആ നാട്ടിൽ ആ പൂച്ച ഒരു ഹീറോ ആയി മാറി എന്ന് വേണം പറയാൻ. പൂച്ചകളുടെ ധൈര്യത്തെ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദനം കൊണ്ട് മൂടുന്നൊരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ. അതേസമയം കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടികളുടെ വാർത്തകൾ കേട്ട് വിറങ്ങലിക്കുകയാണ് കേരളം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികളെയാണ് ഇത്തരത്തിൽ പാമ്പ് കടിച്ചതും മരണം സംഭവിച്ചിരിക്കുന്നതും. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് വിലപ്പെട്ട നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാമ്പിനെ കുറിച്ച് ഈ കാര്യങ്ങൾ അതുകൊണ്ട് അറിയാതെ പോകരുത്. അതായത് കേരളത്തിൽ 100-ലധികം സ്പീഷീസ് പാമ്പുകളാണ് ഉള്ളത്. അങ്ങനെ 100-ലധികം സ്പീഷീസ് പാമ്പുകൾ ഉണ്ടെങ്കിലും മനുഷ്യന് അപകടകരമായിട്ടുള്ള വിഷപ്പാമ്പുകൾ വളരെ കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പാമ്പുകൾ മൂർഖൻ, അതായത് ഇന്ത്യൻ കോബ്ര, വെള്ളിക്കെട്ടൻ, കോമൺ ക്രൈറ്റ്, അണലി, ചുരുട്ടുമണ്ഡലി എന്നീ പ്രധാനപ്പെട്ട 4 പാമ്പുകളാണ് വളരെ ആശങ്ക പരത്തുന്ന വിഷമകരമായിട്ടുള്ള മരണത്തിന് കാരണമാകുന്ന പാമ്പുകൾ എന്ന് പറയുന്നത്. ഇവ കടിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കടിയേറ്റ സ്ഥലത്ത് കഠിനമായ വേദനയും വീക്കവും ഉണ്ടാകും എന്നുള്ളതാണ്. രക്തം കട്ട പിടിക്കാതെ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മൂത്രത്തിൽ രക്തം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഗുരുതരമായ കിഡ്നി ഫെയിലിയർ ഉണ്ടാകാനും ഇത്തരം പാമ്പ് കടി കൊണ്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ്. പാമ്പുകളുടെ വിഷം പ്രോട്ടീനുകളാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഈ പ്രോട്ടീനെ നിർവീര്യമാക്കാനുള്ള മരുന്ന് കുതിരകളിൽ നിന്നാണ് നിർമ്മിക്കാറുള്ളത്. മനുഷ്യ മരണത്തിന് കാരണമാകാവുന്ന മൂർഖൻ, ശംഖുവരയൻ, അണലി, ചുരുട്ടുമണ്ഡലി എന്നീ 4 പാമ്പുകളുടെ വിഷം കുതിരയിൽ കുത്തിവച്ച് കുതിരയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡി രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്താണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാറുള്ളത്. പാമ്പ് കടിയേറ്റാൽ എവിടെ കൊണ്ടുപോകുമെന്നുള്ള സംശയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് പാമ്പ് വിഷത്തിനെതിരെ ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം SIT ആശുപത്രി, ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര, ജില്ലാ ആശുപത്രി നെടുമങ്ങാട്, THQ ആശുപത്രികൾ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, വിതുര എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ചികിത്സ ലഭ്യമാണ്. കൊല്ലം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി, ജില്ലാ ആശുപത്രി കൊല്ലം, THQ ആശുപത്രികളിൽ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ എന്നീ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കും. പത്തനംതിട്ടയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി, ജില്ലാ ആശുപത്രി കോഴഞ്ചേരി, THQ ആശുപത്രികൾ തിരുവല്ല, റാന്നി, അടൂർ എന്നിവിടങ്ങളാണ്. ആലപ്പുഴയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വണ്ടാനം, ജില്ലാ ആശുപത്രി മാവേലിക്കര, THQ ആശുപത്രികൾ ചേർത്തല, ഹരിപ്പാട്, കായംകുളം എന്നിവിടെയാണ്. കോട്ടയത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയവും ജില്ലാ ആശുപത്രിയും THQ ആശുപത്രികളായിട്ട് പാല, വൈക്കം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും ചികിത്സ ലഭിക്കും. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, പൈനാവ്, TH ആശുപത്രികളായിട്ട് തൊടുപുഴ, അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിലും ചികിത്സ ലഭിക്കും. എറണാകുളത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി, ജനറൽ ആശുപത്രി എറണാകുളം, THQ ആശുപത്രികളുടെ ലിസ്റ്റിൽ ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിലും ചികിത്സ ലഭിക്കും. തൃശ്ശൂരിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ജില്ലാ ആശുപത്രി തൃശ്ശൂർ, THQ ആശുപത്രികളായിട്ട് ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ ചികിത്സ ലഭിക്കും. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്, ജില്ലാ ആശുപത്രി പാലക്കാട്, THQ ആശുപത്രികളായിട്ട് ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ചിറ്റൂർ എന്നിവിടങ്ങളിലും ചികിത്സ ലഭിക്കും.
മലപ്പുറത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി, ജില്ലാ ആശുപത്രി തിരൂർ, THQ ആശുപത്രിയായിട്ട് പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ എന്നിവിടങ്ങളിലും ചികിത്സ ലഭ്യമാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ജനറൽ ആശുപത്രി കോഴിക്കോട്, THQ ആശുപത്രിയായിട്ട് കൊയിലാണ്ടി, വടകര എന്നീ ആശുപത്രികളിലും ചികിത്സ ലഭിക്കും. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാനന്തവാടി, ജില്ലാ ആശുപത്രി കൽപ്പറ്റ, THQ ആശുപത്രികൾ എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിയാരം, ജില്ലാ ആശുപത്രി കണ്ണൂർ, THQ ആശുപത്രികൾ തലശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളാണ്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉക്കിനഡ്ക, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട്, THQ ആശുപത്രിയായിട്ട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ ചികിത്സ ലഭിക്കുന്നതാണ്. പാമ്പുകടി ഉണ്ടായാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് 108 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അടുത്ത സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവ എവിടെയാണെന്ന് പരിശോധിച്ച് അവിടേക്ക് പോകുക. സർക്കാർ ആശുപത്രികളിൽ ASV സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് ASV ഉണ്ടോ എന്ന് വിളിച്ച് ഉറപ്പാക്കിയതിനു ശേഷം പോവുക എന്നുള്ളതാണ്. ASV പാമ്പ് വിഷവിരുദ്ധ മരുന്നാണ് പറയുന്നത്. പാമ്പുകടി വന്ന എല്ലാ രോഗികൾക്കും ASV കൊടുക്കേണ്ടതില്ല. വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഇത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം പെട്ടെന്ന് തന്നെ നടത്തിയതിനു ശേഷമായിരിക്കണം ചികിത്സ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.